എൻ്റെ ഒരു ബിനു. ഞാൻ എൻ്റെ സ്വദേശം അഞ്ചലാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ വെച്ചെനിക്കൊരു നടുവേദന ഉണ്ടായി. അങ്ങനെ കാല് രണ്ടും തളർന്നു പോയി. ഞാൻ അങ്ങനെയാണ് ഈ SK ഹോസ്പിറ്റലിൽ വരുന്നതും കൈലാസ് സാറിനെ കാണുന്നതും. കൈലാസ് സാറിനെ കണ്ടപ്പോൾ MRI എടുക്കാൻ പറഞ്ഞു. MRI എടുത്തു. അപ്പോൾ നോക്കിയപ്പോൾ ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റാണ്. അങ്ങനെ സാറ് നമ്മുടെ സുബിത്ത് സാറുമായിട്ട് പറഞ്ഞിട്ട് സുബിത്ത് സാറാണ് എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത്, സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 44 ദിവസമായി. അങ്ങനെ ഇപ്പോൾ ഞാൻ നല്ലോണം നടക്കുന്നു. എനിക്ക് ദൈവം സഹായിച്ച് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് എല്ലാം എക്സ്റേ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ അതിനകത്തൊരു ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല അതിനകത്ത്. ഇനി ഫിസിയോതെറാപ്പി കുറച്ച് ദിവസം കൂടെ ചെയ്യണം. ഫ്ലൈറ്റിൽ വരുന്ന വീൽ ചെയർ ടിക്കറ്റ് എടുത്താണ്. വീൽ ചെയർ അലൗഡുള്ള ഫ്ലൈറ്റ് ടിക്കറ്റാണ് എടുത്ത് വന്നത്. അന്ന് വളരെയേറെ ബുദ്ധിമുട്ട് ഞാൻ ഇവിടെ വന്നത്. പിന്നെ സ്ട്രക്ചറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയത് തന്നെ എല്ലാ എക്സ്റേ എടുക്കാനും മറ്റുള്ള കാര്യത്തിനും മൊത്തം കൊണ്ടുപോയത്. ഇപ്പം അങ്ങനൊരു ബുദ്ധിമുട്ട് എനിക്കില്ല, എല്ലാം മാറി. ഇപ്പം നല്ല സുഖമായിട്ടിരിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ എനിക്ക് എൻ്റെ ഓപ്പറേഷൻ ചെയ്യുകയും എന്നെ കൺസൾട്ട് ചെയ്യുകയും ചെയ്ത സുബിത് സാറ്, അതുപോലെ തന്നെ കൈലാസ് സാറ്, അവരുടെ ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം, ഞാൻ ഡോക്ടർ സുബിത്ത്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സ്പൈൻ സർജൻ അറ്റ് SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. അപ്പോൾ നമ്മളിപ്പം കണ്ടത് ബിനു എന്ന് പറഞ്ഞ ഒരു പേഷ്യൻറ്റിൻ്റെ എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റാണ്. പുള്ളിക്കാരൻ സൗദി അറേബ്യയിൽ ഒരു ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രോബ്ലമായിട്ട് സൗദി അറേബ്യയിൽ നിന്നിട്ട് ഫ്ലൈറ്റ് പിടിച്ച് നേരെ ട്രിവാൻഡ്രം നമ്മളെ ഹോസ്പിറ്റലിൽ വരുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കണ്ടീഷൻ വന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ L4 L5 ഡിസ്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, പുള്ളിയുടെ ഡിസ്ക് അവിടെ നിന്ന് ഇറങ്ങി നെർവിനെ സിവിയറായിട്ട് കംപ്രസ് ചെയ്യുന്നത് കൊണ്ട് 2 കാലുകളിലും വേദന, 2 കാലുകളിൽ ഫുള്ള് വീക്ക്നെസ് ആണ്. നമ്മുടെ മെഡിക്കൽ ടേംസിൽ ഇതൊരു എമർജൻസിയാണ്, കോഡ ഇക്വന സിൻഡ്രോം എന്നുള്ളൊരു അവസ്ഥയിലാണ്. അപ്പോൾ പുള്ളിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, സാർ ഞാൻ ഡ്രൈവറാണ്, എനിക്ക് ഡ്രൈവിംഗ് ആയിട്ട് ഞാനാണ് എൻ്റെ ഫാമിലിയുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾ, അപ്പം ഡ്രൈവർ ജോലിയിൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ, ആക്സിലേറ്റർ ചവിട്ടാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പുള്ളിയുടെ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്തു, എമർജൻസി ആയിട്ട് സർജറി ചെയ്തു. എമർജൻസി സർജറി ചെയ്തത് പുള്ളിയുടെ സർജറിയിൽ L4 L5 നമ്മൾ നെർവിനെ ഡീകംപ്രസ് ചെയ്യുകയും സ്പെഡിക്കൽ സ്ക്രൂ ഇൻസേർട്ട് ചെയ്യുകയും ചെയ്യുന്ന സർജറിയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ സർജറിക്ക് ശേഷം നമ്മൾ അഗ്രസീവായിട്ട് പുള്ളിയെ ഫിസിയോതെറാപ്പിക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിയുടെ പാർട്ടായിട്ട് മസിൽ സ്റ്റിമുലേഷനും മസിൽ സ്ട്രെങ്തനിങ് എല്ലാം ചെയ്തു. ഇപ്പോൾ അതിനുശേഷം പോസ്റ്റ് ഓപ്പ് ഒരു 6 വീക്സ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് എങ്ങനെ വന്നു നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സ്പൈൻ സർജറി ചെയ്യുമ്പോൾ ആൾക്കാർക്ക് പേടി എന്താണ്, ഞാൻ സർജറി ചെയ്തിട്ട് എണീറ്റ് നടക്കുമോ, കിടപ്പിലാകുമോ എന്നാണ്. ഇതിപ്പോൾ എന്താ കണ്ടായത്, ഓൾറെഡി കിടപ്പിലായിരുന്ന ഒരാളാണ്. നമ്മൾ സമയത്തിന് രോഗം കണ്ടുപിടിക്കുകയും സർജറി ചെയ്യുകയും അതിനുശേഷം ഫിസിയോതെറാപ്പി ചെയ്തത് കൊണ്ട് പുള്ളി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ സൗദിയിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. ഡ്രൈവറായിട്ട് ജോലിയിൽ പ്രവേശിക്കുമെന്നും ഉറപ്പ് തന്നിട്ടാണ് പുള്ളി ഇപ്പം പോയിട്ടുള്ളത്.